കളിക്കുന്നതിന് പരിധിയില്ല കളിയാക്കുന്നതിന് ആൾക്കാരെ. ക്ലോസ് വൈറ്റി ട്രോൾസ് ക്ലോസ്. ഓ ഇമേജ് ഒക്കെ വന്നു കേട്ടോ പുതിയ ഗെയിമർ. ഇതെന്താ പുള്ളിക്ക് ഇത്ര ധൃതി? എന്താ സാവധാനത്തിൽ ചെയ്താ പോരെ? അത് നോക്കിയാണ് നീ അത് കണ്ട? പുതിയ ഓസ് എടുത്താ പുതിയ ഓസ് പൊട്ടിച്ചത് നോക്കി എങ്ങനെയാണെന്ന് നോക്കിക്കോളെ. അടിച്ചടിച്ചളിയാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടാ? அழகிய புன்னணிதாரே எல்லாம் முருகன் ஒருவருக்கு நீ நதி போல கொன்றது என்று வேர்வைக்குமே வேர்வைக்குமே உள்ளத்தில் உனக்குமே ഇങ്ങനെയൊക്കെ വെച്ചാ വയറ് മൊത്തു. അടിയ ഓ സർവീസ് സെന്റർ ആണ് ഇത്. ഓക്കെ ഓക്കെ സർവീസ് സെന്ററാ? സർവീസ് സെന്റർ അതന്നെ, ഗ്യാസിന്റെ ആ സർവീസ് സെന്റർ. അത് എങ്ങനെ മനസ്സിലായി? ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞ കേട്ടാ. നോക്കോളെ. ഇല്ല ഇല്ല കൊടുത്തോളൂ. അയ്യോ എന്തൊക്കെ സാധനങ്ങൾ ഇറക്കി വിടണല്ലേ. 2 ഇഡലി ഒരു പൂരി. അതെ 2 ഇഡലി ഒരു പൂരി. അതെ 2 ഇഡലി കഴിക്കുന്നുണ്ടോ? വായ അടച്ചു വെച്ചാ എങ്ങനെ ചേട്ടാ കഴിക്കുന്നേ? ഇത് ഞാൻ സംസാരിക്കുന്ന പോലെ ഇരിക്കുന്നളിയ. അല്ല അത്രയ്ക്ക് എന്തായാലും വൃത്തിയായില്ലടാ. അണ്ണാ എന്റെ അനിയന്റെ പുതിയ സോങ് ആണ്, ഫുൾ സ്പോട്ടിഫൈയിലുണ്ട്. ഇഷ്ടപ്പെടാതൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല രസമുണ്ടോ? സീരിയസ് ആയിട്ട് നല്ല രസം, നല്ല ക്വാളിറ്റി ചെയ്തേക്കണേ. പ്രൊണൗൺസിയേഷൻ ഒക്കെ ഭയങ്കര അടിപൊളി ഗൈസ്. നമ്മുടെ ഇവിടെ ഇപ്പൊ കുറെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട് ഗൈസ്. കുറച്ച് നല്ല പ്രൊണൗൺസിയേഷൻ ഒക്കെ ഉള്ള ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ചെയ്യണ കുറെ ആൾക്കാര്. നമ്മളൊക്കെ ഇംഗ്ലീഷ് പാട്ട് പാടിയ സാ ബേബി ടെൽ മീ ക്ലാസ് ആർ ഇൻ ദ ബാക്ക് സീറ്റ് ഓഫ് ദ റൈവർ കാൻ ഐ ടായോ ബാക്ക് സീറ്റ് ഓൺ മൈ റാവർ. ഇങ്ങനെയാണ് നമ്മളൊക്കെ ഇംഗ്ലീഷ് പാട്ട് പാടുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് പാട്ടിന്റെ കൂടെ പാടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കിടിലോ ആണെന്ന്. നിങ്ങൾ വേറെ ആരുടെയും ഫോണിലൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കണം ഇംഗ്ലീഷ് പാട്ട് പാടുമ്പോൾ നിങ്ങൾ കൂടെ എന്തോ പാടുന്നതെന്ന്. എന്നിട്ട് അതൊന്ന് പിന്നീട് കേട്ടു നോക്കണം. കേട്ടു നോക്കുമ്പോ പിന്നെ നീ ഒന്നും പാടൂല. അതാണ് ഞാൻ വേറൊരാളുടെ ഫോണിൽ ജസ്റ്റ് ചുമ്മാ അങ്ങനെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കണം ഇംഗ്ലീഷ് പാട്ട് കൂടെ എന്തോ പാടുന്നത്. നിന്റെ അച്ഛൻ റെക്കോർഡ് ചെയ്ത് കുട്ടപ്പനല്ലേ കുട്ടപ്പൻ. അതെ കുട്ടപ്പൻ നൈസറാ. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വപ്നമായിരുന്നു. രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചു തന്നെയാ. എന്നിട്ട് ഞാൻ അയാളോട് നല്ലത് പറഞ്ഞപ്പോ
എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? പ്രസിഡന്റ് ഇതെന്റെ കൊച്ചൊന്നുമല്ല. ശോഭ എന്നോട് ക്ഷമിക്കൂ, ഞാൻ അതിന്റെ ഷാജി. അയ്യാ! മോളെ ഞാൻ explain ചെയ്യാം. ഷാജിയാണ് മോളെ. ഞാൻ ഇതെല്ലാം സോൾവ് ചെയ്തോളാം. ഒരു കളി കളിച്ചാൽ തീരാവുന്ന പ്രശ്നം നമുക്കുള്ളൂ. അയ്യാ! മോളെ ഞാൻ ലുഡോയുടെ കളി കളിക്കുമ്പോ മോളോടല്ലേ. എന്റെ ബാങ്ക് ഇങ്ങനെയാണോ? അത് പടം കണ്ടവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, സത്യം പറയല, നല്ല ഫിലിം. കണ്ട ഈ പടം? ഓ കണ്ട് പടക്കളം ഞാൻ ഇന്നലെ നല്ല പടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് അരുൺ ബ്രോയെ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം. ആള് നമ്മുടെ നാട്ടുകാരനാ, പുള്ളിയെ അത് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത് എനിക്ക് ഒരു വലിയൊരു സന്തോഷമുള്ളായിരുന്നു. ഞാൻ നേരെ വിളിച്ചു പടം കണ്ടപ്പോഴേ വിളിച്ചു പറഞ്ഞായിരുന്നു. പടം കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്ക് കേസ്, നല്ല പടമാണ്, നല്ല പടമാണ്. ഈസി ഗെയിം ആയിരുന്നു അല്ലേ അണ്ണാ? എനിക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ ഗൈസ്, നമ്മൾ ഈ ഗെയിം വെറുതെ കീരി എവിടെന്നോ തപ്പി പിടിച്ചോണ്ട് വന്ന് കളിച്ചതാണ് ഈ ഗെയിം. ഈ ഗെയിമിന്റെ സ്ട്രീമിന് ശേഷം ഇൻസ്റ്റഗ്രാമില് ഇത് മൊത്തം ഇത് തന്നെയായിരുന്നു. അത് ഞാൻ കളിക്കണതല്ല, ആരൊക്കെയോ കളിക്കണേ, റാൻഡം ആൾക്കാർ കളിക്കണത് ട്രെൻഡിങ് ആയി. അത് ഷംനാഥ് ബ്രോ, താങ്ക് യു സോ മച്ച്. SAR 19.9 താങ്ക് യു സോ മച്ച്. ഇതിന്റെ കുറെ ഉണ്ടേ, ഏതൊക്കെയോ മോഡലുണ്ട് ഇതിന്റെ ഗെയിംസ്. ഭയങ്കര ഹാപ്പിനെസ് ഗെയിം കളിക്കുമ്പോ, സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. നിങ്ങളെ കണ്ടതല്ലേ സ്ട്രീമിൽ തന്നെ. ഗൂഗിൾ ഗെയിമിംഗ് റിലീഫ് സ്ട്രെസ്. സത്യം ആർ യു ഷുവർ? ഏത് തൊട്ടാലും പൈസ. എടാ ഇത് ബെർസക്കർ എന്നെ പണി കളഞ്ഞടാ എന്നെ, സത്യം പറയാലോ ഗൈസ്, സത്യം പറയാം. ബെർസക്കർ എന്ന് പറയുന്ന ഗെയിം ഉണ്ടല്ലോ, എന്റെ ജീവിതം എന്നെ, പക്ഷെ എനിക്ക് തീർത്തപ്പോ കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഇരട്ട പ്രസവിച്ച സുഖമായിരുന്നു എനിക്ക്. ബായി അല്ല ഗേളും അല്ല, നിന്നെ പോലെ എനിക്ക് കിട്ടിയത് ബായി അല്ല ഗേളല്ല. അപ്പൊ ഏതാന്ന് നീ ആലോചിച്ച് നോക്ക്. ബായി അല്ല ഗേളല്ലേ, മറ്റേ ബായും ഗേളും. I can't believe this. Statues got moving. Statue of Liberty. എന്ത് സാധനമൊക്കെ അല്ലേ അത്. സായിപ്പേ ലൈവിൽ ഇരുന്ന് കുറച്ച് പാട്ട് പാടുക കണക്ക്. അവന് തന്നെ അറിഞ്ഞൂടാ അവരെന്തൊക്കെയാ പാടുന്നത് കേട്ടാ. കുറെ പാട്ട് എഴുതി ആള്, കുറെ പാട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. കുറച്ച് പാട്ടുകൾ പുള്ളി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഇടക്കിടെ ഞാൻ പറഞ്ഞ ഡിസ്കോട്രോൾസിൽ ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് ഇരുന്ന് മൂളല്ലെന്ന്. BMW ഏറില്ല, മേടിച്ചു തൊട്ട് ഞാൻ ഏറില്ല. കൊള്ളാം നൈസ്. അണ്ണ കൊള്ളാമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. എന്താടാ ഞാൻ വിചാരിച്ചത് എന്തോ കാട്ടിലെ ഭാഷ എന്തോ ആൾക്കാരെ പഠിപ്പിക്കുമായിരിക്കും. ആള് ഫോണൊക്കെ നോക്കി കാട്ടുഭാഷ ആൾക്കാരിലേക്ക് എത്തിക്കുന്നേ.
വീട്ടിൽ നമ്മളാണ് ഒരു ഡൗട്ട് അവൻ അതിനാ ആദ്യം ABCD എഴുതി കളിച്ചത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്പേഴ്സ് ഇട്ടായിരുന്നു അറിയാ 1 2 3 അതെന്തിനാണെന്നാണ് ഞാൻ ആലോചിച്ചത്. ലാസ്റ്റ് അത് കാണാനില്ല. പക്ഷെ നോക്കണ എന്ത് രസമുണ്ടല്ലേ. അതന്നെ വിഷയം കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഈ പാട്ടിന്റെ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ടോ? മതേതരത്വ കമന്റ് ബോക്സ് ആണ് ഈ പാട്ടിന്റെ. ഈ പാട്ടിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ടേക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് ഞാൻ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് വായിക്കുമ്പോൾ പറയും ഇങ്ങനെ ഓരോരുത്തർ കമന്റ് ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കമന്റ് ബോക്സ് ഉള്ളതാണ്. ഞാൻ ഈ ഇടയ്ക്ക് ചുമ്മാ ഇരുന്ന് ആ പാട്ട് ഇങ്ങനെ കേട്ടപ്പം അത് ഗ്രിഡ് ലൈൻ ആണെന്നോ അങ്ങനെ ABCD എഴുതോ? നമ്പേഴ്സോ അതെനിക്ക് അറിഞ്ഞുകൂടാ. ഗ്രിഡാണ് കാൽക്കുലേഷൻ ആവും ബ്രോ. നമുക്ക് മനസ്സിലാവില്ല, ബുദ്ധി കൂടി പോയോണ്ടാണ്. അതെ നമുക്ക് ബുദ്ധി കുറച്ച് കൂടുതലായതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. നമുക്ക് എനിക്കത് മനസ്സിലായില്ല. എനിക്ക് കുറച്ച് ജോലയിലുള്ള ശിവന് ജോലയിലുള്ളതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടോ ശിവനെ? കണ്ടിട്ടുണ്ടോ? എന്താ സുഖം വരുന്നത് നിനക്ക്? അറിയ പിന്നെ ഇത് ഓക്കെ. പക്ഷെ റാമ്പ് വാക്ക് ചെയ്ത് എന്തോന്ന് മനസ്സിലായില്ല. അത് ഹർദിക് പാണ്ഡ്യ അടുത്ത് റാമ്പ് വാക്ക് ചെയ്യാൻ പറഞ്ഞാൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ അവളുടെ അടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കമ്പാരിസൺ? ഇതൊക്കെ പിള്ളേർ മറ്റേ ആണ് പെണ്ണെന്നുള്ള കമ്പാരിസൺ ആണ്, മനസ്സിലായ? അത് ആ സാധനമാണ്. അങ്ങനൊന്നും ഇല്ലടാ. ഒരേ സമയം കൊച്ചുവിന്റെ ഉയർച്ചയും താഴ്ചയും കണ്ടു. കൊച്ചുവിന്റെയോ? അണ്ണാ കൂളർ എടുക്കും. കൊച്ചു മുത്തേ കൊച്ചു നീയാണ് യഥാർത്ഥ സബ്സ്ക്രൈബർ. എന്റെ അതാണ് അവനാണ് കൊച്ചു കൊണ്ടച്ചി മനെ നീ കേറടാ. ഞാൻ മതിക്കതെടുത്ത് രക്കത്തിലായിരുന്നു. പാവണ ഇവരെന്താ മൂഡ് സ്വിങ്സ് ഉണ്ടോ ഈ ലൈഫിന്? അയ്യോ അത് എക്സ് വൈഫ് ആണോ? ഓടാ, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ. എന്തോ അവളുടെ പേര് നദാശയോ അങ്ങനെ എന്തോ അല്ലായിരുന്നോ? അതാണോ അത്? അവളാണോ അത്? നദാശ അതല്ലേ ആണോ പേര്? അങ്ങനാണ് ഈ റീല് റിലേറ്റബിൾ ആണടാ. അല്ലാതെ എനിക്ക് മനസ്സിലായില്ല. ഇത് എക്സ് വൈഫ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നടാ. എന്റെ ബാഡാണ് എന്റെ ബാഡാണ് അതെന്റെ ബാഡാണ്. എന്റെ ബാഡും കൂടിയിരിക്കുന്ന ഈ പുണ്ടശിയുടെ ബാഡും ആണ് കേട്ടാ. എനിക്ക് പെട്ടെന്ന് ആളെ കണ്ടപ്പോ മനസ്സിലായില്ല. സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. അത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരായിരുന്നു കേട്ടാ. എനിക്കത് മനസ്സിലായില്ല കണ്ടിട്ട് മനസ്സിലായില്ല പെട്ടെന്ന്. സോറി, എന്റെ ബാഡാണ്, എന്റെ മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് തിരുത്തിയേ. നടേശനാണ്. നടേശൻ അല്ലടാ, നദാശ.